ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ മുന്നണികളെല്ലാം വിജയപ്രതീക്ഷയിലാണ്. ശനിയാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുന്നണികൾ രംഗത്തെത്തി. ചൂടേറിയ പോരാട്ടം നടന്ന കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയുടെ കാര്യത്തിൽ പിന്നിലല്ല. എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ മുന്നണികളുടെ പ്രതീക്ഷകൾ വാനോളമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വിധിയെഴുത്താകും ഈ തിരഞ്ഞെടുപ്പെന്ന് കേന്ദ്ര സഹമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കേരളത്തിൽ ഈ തവണ നിരവധി സീറ്റുകളിൽ ഞങ്ങൾക്ക് വളരെ നല്ല വിജയപ്രതീക്ഷ. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കേരളത്തിൽ LDFന് കണ്ണഞ്ചിപ്പിക്കുന്ന ജയമുണ്ടാകുമെന്ന് CPIM നേതാവ് AK ബാലൻ അഭിപ്രായപ്പെട്ടു. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. എക്സിറ്റ് പോൾ ഫലം തെറ്റാണെന്ന് KPCC പ്രസിഡന്റും കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ പറഞ്ഞു. എക്സിറ്റ് പോൾ എത്ര തവണ തെറ്റിയ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര തെരഞ്ഞെടുപ്പുകൾ അവർ പറഞ്ഞതിൻ്റെ അകത്ത് എത്രമാത്രം പാളിച്ചകൾ ഉണ്ടായ കഥകൾ നമ്മളെ പുറകിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു എക്സിറ്റ് പോളിൻ്റെ ഇതിന് അത്ര വലിയൊരു അംഗീകാരം നൽകേണ്ടുന്ന കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും ആർക്കുമില്ല. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ് പ്രതികരിച്ചു. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആറ്റിങ്ങൽ മണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവും തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ പറഞ്ഞു. അത് ചിലപ്പോൾ അവരുടെ മോഡറേഷൻ കൊടുത്തായിരിക്കും, പക്ഷേ ജനങ്ങൾ ആ മോഡറേഷൻ കൊടുത്തിട്ടില്ല. ഞാൻ മറ്റ് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല. എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് ചാൻസ് ഉണ്ട് എന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത്. തൃശൂരിൽ ജയം സുനിശ്ചിതമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത് ഞങ്ങൾ ഇലക്ഷന്റെ ഓരോ ഘട്ടത്തിലും അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇടുക്കിയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരു ജനാധിപത്യ മതേതര ഗവൺമെന്റ് യാഥാർത്ഥ്യമാകും. പൊന്നാനിയിൽ മികച്ച വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ പ്രതികരിച്ചു. മലബാറിൽ വ്യത്യസ്തമായ ചില റിസൾട്ടുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സിറ്റ് പോൾ ഫലത്തിനു പിന്നിൽ വെറും രാഷ്ട്രീയമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ്. ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? എന്ത് താമര വിരിയിക്കാനാണ്? പക്ഷേ എക്സിറ്റ് പോള് ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത് അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.